എന്നാലും നായാടി മുതൽ നസ്രാണി വരെ ഒന്നിക്കേണ്ട സമയമായി എന്നാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. എല്ലാവരും ഐക്യത്തിന്റെ പാതയിലാണ്. ഈ നായർ ഈഴവ ഐക്യത്തെ ഇല്ലാതാക്കിയത് മുസ്ലിം ലീഗാണ്. ഇപ്പോൾ മുസ്ലിം ഐക്യത്തിന്റെ ആവശ്യമില്ല. താൻ മുസ്ലിം സമുദായത്തെ അല്ല മുസ്ലിം ലീഗിനെയാണ് വിമർശിക്കുന്നത് എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. വെള്ളാപ്പള്ളിയെ സ്വാഗതം ചെയ്താണ് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ രംഗത്ത് വന്നത്. തൊട്ട് ഇന്ന് നസ്രാണികൾ വരെയുള്ള ഒരു യോജിപ്പ് അനിവാര്യമാണെന്ന ചിന്തയിലേക്ക് കാര്യങ്ങളെത്തി. ഞാനൊരു മുസ്ലിം വിരോധിയല്ല. ഞാൻ മുസ്ലിങ്ങൾക്ക് വിരോധമായിട്ട് ഒന്നും മുസ്ലിം സമുദായത്തിന് വിരോധമായിട്ടൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. മലപ്പുറത്തെ എൻ്റെ സംസാരത്തെ വക്രീകരിച്ചും വ്യാഖ്യാനിച്ചും എന്നൊരു വർഗീയവാദിയാക്കി മാറ്റി. NSSും അതിന് താല്പര്യമുണ്ട്. NSS കാരണം ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണത് എന്ന് മനസ്സിലാക്കുന്നു. NSS ഐക്യത്തിന് പോകുന്നത് NSSൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു സമുദായവുമായിട്ടോ ഒരു മതവുമായിട്ടോ ഒരു വിഘടനം, അതായത് ഒരു വിരോധം ഉള്ള തരത്തിൽ പെരുമാറുന്നതിനും ഒന്നും ഞങ്ങൾ വഴിവെക്കുകയില്ല. അപ്പോൾ സംവരണത്തിൻ്റെ കാര്യത്തിൽ വേറൊരു വശം മറുഭാഗത്ത് നിന്ന് ശക്തമായി നിൽക്കുന്ന ലീഗൽ, അതുകൊണ്ട് അങ്ങനെ വ്യാഖ്യാനിച്ചെന്നുള്ളൂ. ഫൈസൽ അസീസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഫൈസൽ, നായാടി മുതൽ നസ്രാണി വരെ ഒന്നിക്കേണ്ട സമയമായി, പക്ഷേ മുസ്ലിങ്ങൾ അത് വേണ്ട അല്ലേ? തീർച്ചയായും അമൃത, വെള്ളാപ്പള്ളി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വാർത്താ സമ്മേളനമാണ് നേരത്തെ കഴിഞ്ഞത്. അദ്ദേഹം പറയുന്നത് നായാടി മുതൽ എല്ലാവരും ഐക്യത്തിന്റെ പാതയിലാണ്, നായാടി മുതൽ നസ്രാണി വരെ ഒന്നിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ആദ്യഘട്ടത്തിൽ, അതായത് വാർത്താ സമ്മേളനം തുടങ്ങുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് നായാടി മുതൽ നമ്പൂതിരി വരെ ഒന്നിച്ചു നിൽക്കണമെന്നാണ്. പിന്നീട് അങ്ങോട്ടാണ് അദ്ദേഹം പറയുന്നത് നായാടി മുതൽ നസ്രാണി വരെ ഒന്നിച്ചു നിൽക്കണം എന്ന് പറയുന്നത്. പക്ഷേ എങ്കിൽ ഇവിടെ എവിടെയും മുസ്ലിമിന്റെ പേര് അദ്ദേഹം എടുത്തു ഉയർത്തിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, ഈ നായാടി മുതൽ നസ്രാണി വരെ ഒന്നിച്ചു നിൽക്കണം, അല്ലെങ്കിൽ നായാടി മുതൽ ക്രൈസ്തവർ വരെ ഒന്നിച്ചു നിൽക്കണം എന്ന് പറയുമ്പോഴും എന്തുകൊണ്ട് മുസ്ലിം സമുദായത്തെ താങ്കൾ ഉൾപ്പെടുത്തുന്നില്ല എന്ന കാര്യം മാധ്യമപ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ചോദ്യമുണ്ടായി. അദ്ദേഹം പറയുന്നത് ഇപ്പോൾ അതിന് താല്പര്യമില്ല എന്ന് തന്നെയാണ്. എന്തുകൊണ്ട് മുസ്ലിം സമുദായത്തെ ഉൾപ്പെടുത്തുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അതിന് കൃത്യമായൊരു മറുപടി നൽകുന്നില്ല. ഇപ്പോൾ താല്പര്യമില്ല, അല്ലെങ്കിൽ ഇപ്പോൾ തോന്നുന്നില്ല എന്നൊരു മറുപടി മാത്രമാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, താൻ മുസ്ലിം വിരോധിയല്ല, പകരം മുസ്ലിം ലീഗിനെയാണ് പറയുന്നത് എന്ന് പറയുമ്പോഴും എന്തുകൊണ്ട് ഈ ഐക്യത്തോടൊപ്പം മുസ്ലിങ്ങളെ ചേർക്കുന്നില്ല എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി തന്നെ ഉയരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ഒപ്പം തന്നെ മലപ്പുറത്തെ തന്നെ മലപ്പുറത്തെ സംബന്ധിച്ചുള്ള തന്റെ സംസാരത്തെ വക്രീകരിക്കുകയും ചെയ്തു. മുസ്ലിം സഹോദര തുല്യനാണ്, മുസ്ലിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നവരാണ്, മുസ്ലിങ്ങളെല്ലാം തന്റെ സഹോദര തുല്യരാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. പ്രധാനമായും VD സതീശനെയും അദ്ദേഹം കടന്നാക്രമിക്കുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ സംസാരമുണ്ടായത്. സതീശൻ ഇന്ദ്രജ് പൂത്ത തകരയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല സതീശന് കാന്തപുരം താക്കീത് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും മുസ്ലിം ലീഗിനെയാണ് അദ്ദേഹം വിമർശിക്കുന്നത് എന്ന് പറയുമ്പോഴും മുസ്ലിങ്ങളെ എന്തുകൊണ്ട് ഐക്യത്തോടൊപ്പം ചേർക്കുന്നില്ല ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ശരി, ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിയത്. ജോസി ബാബു കൂടി ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. ജോസി, NSS ജനറൽ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം പൂർത്തിയായിരിക്കുകയാണ്. വെള്ളാപ്പള്ളിയെ പോലെ തന്നെ പ്രതിപക്ഷ നേതാവിനെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള സംസാരം തന്നെയാണ് നമുക്ക് അവിടെയും കാണാൻ കഴിഞ്ഞത്. ദീർഘനാളുകൾക്ക് ശേഷമാണ് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ വാർത്താ സമ്മേളനം നടത്തുന്നത്. ഈ സവിശേഷ സാഹചര്യത്തിൽ NSS SNDP ഐക്യത്തെ സംബന്ധിച്ചുള്ള സവിശേഷമായ സാഹചര്യം, അത് സംബന്ധിച്ചുള്ള ചർച്ചകളിൽ വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് സുകുമാരൻ നായർ വാർത്താ സമ്മേളനം വിളിച്ചതെങ്കിലും അതിൽ കൂടുതൽ കാര്യങ്ങളും പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള വിമർശനങ്ങളായിരുന്നു ഉയർന്നു നിന്നത്. പ്രധാനമായും പ്രതിപക്ഷ നേതാവ് നടത്തുന്ന വിമർശനങ്ങൾ, സമുദായ നേതാക്കൾക്കെതിരെ നടത്തുന്ന വിമർശനങ്ങളിൽ കടുത്ത വിയോജിപ്പാണ് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ രേഖപ്പെടുത്തിയത്. എന്തായാലും SNDP NSS ഐക്യത്തിൽ പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഒന്നുമല്ല, സാമൂഹിക വിഷയങ്ങളിൽ ഒരുമിച്ച് നിൽക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയെന്നാണ് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കൂടിക്കാഴ്ചകളിലും ഇനിയോട് നടക്കാനുള്ള ചർച്ചകളിലുമൊക്കെയും പോസിറ്റീവായുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നും അവർ NSS ജനറൽ സെക്രട്ടറി വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും രാഷ്ട്രീയ കാഴ്ചപ്പാടുകളിൽ പല കാര്യങ്ങളിലും വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകളോട് വിയോജിപ്പുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളടക്കം പല കാര്യങ്ങളിലും യോജിക്കാൻ കഴിയില്ല. പക്ഷേ
സവിശേഷമായ മറ്റു ചില ഘടകങ്ങൾ ഇപ്പോൾ ഒരുമിച്ച് നിൽക്കേണ്ടത്, ഹൈന്ദവ സമുദായ സംഘടനകൾ ഒരുമിച്ച് നിൽക്കേണ്ട പല കാര്യങ്ങളും ഇപ്പോഴുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴുള്ള ഐക്യത്തിനും ഏകീകരണത്തിനും ഉള്ള ലക്ഷ്യങ്ങളും അത് സംബന്ധിച്ചുള്ള ചർച്ചകളും നടക്കുന്നതെന്നാണ് ജി സുകുമാരൻ നായർ പറഞ്ഞത്. അതോടൊപ്പം തന്നെ സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങേണ്ട ആളുകളല്ല രാഷ്ട്രീയ നേതാക്കളെന്ന വി.ഡി. സതീശന്റെ പ്രസ്താവനയിൽ കടുത്ത അതൃപ്തിയും പ്രതിഷേധവും വിമർശനവും NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറഞ്ഞു. അത് പറയാനുള്ള അർഹത വി.ഡി. സതീശനില്ല. എല്ലാ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും ഇവിടെ എത്തി മണിക്കൂറുകളോളം ചെലവഴിച്ച ആളാണ് വി.ഡി. സതീശൻ. അതോടൊപ്പം ഏറ്റവും ഒടുവിൽ ബിഷപ്പ് ഹൗസിൽ പോയതടക്കമുള്ള കാര്യങ്ങളും വി.ഡി. സതീശന്റെ നേരെ വിമർശനമായി ഉയർത്തി. എന്തായാലും മറ്റ് പഴയ പല കാര്യങ്ങളുമൊക്കെയും ഈ യോഗത്തിൽ ഈ വാർത്താ സമ്മേളനത്തിൽ ചർച്ചയാകുകയും ചെയ്തു. പ്രത്യേകിച്ച് നേരത്തെ സുരേഷ് ഗോപി വന്നപ്പോൾ അനുമതി നിഷേധിച്ച അടക്കമുള്ള കാര്യങ്ങൾ വിമർശനമായും അതിന്റെ യാഥാർത്ഥ്യം എന്തായിരുന്നു, അതായത് അനുമതി ചോദിക്കാതെ ബജറ്റ് സമ്മേളനത്തിനടക്കം എത്തിയതാണ് ഇറക്കിവിടാൻ കാരണമായതെന്ന് അടക്കമുള്ള പ്രതികരണവും ജി സുകുമാരൻ നായരുടെ ഭാഗത്തുനിന്നുണ്ടായി. അതോടൊപ്പം പ്രശസ്തിക്ക് വേണ്ടിയാണ് CV ആനന്ദ ബോസ് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനകളെന്നും സുകുമാരൻ നായർ പറഞ്ഞു. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന അന്വേഷണങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്ത്രിയുടെയും മന്ത്രിയുടെയും ഒക്കെ അറസ്റ്റ്, ആരൊക്കെ കുറ്റം ചെയ്താലും അവരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടട്ടെ എന്ന നിലപാടാണ്. ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ NSS പൂർണ്ണ തൃപ്തരാണ് എന്നതാണ് സുകുമാരൻ നായർ പറഞ്ഞത്. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടെ ആണെങ്കിലോ അല്ലെങ്കിലോ ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ വളരെ അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. അത്തരം പ്രവർത്തനങ്ങൾ സർക്കാർ നടത്തുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനവും ജി സുകുമാരൻ നായർ നടത്തി. കഴിഞ്ഞ 10 വർഷമായി ശബരിമലയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നതാണ് സുകുമാരൻ നായർ ചോദിക്കുന്നത്. യുവതി പ്രവേശനം അടക്കമുള്ള വിഷയത്തിൽ ഒരു നിയമനിർമ്മാണം നടത്തുമെന്ന് നേരത്തെ പറഞ്ഞ BJP പിന്നോട്ട് പോയി. കൂടാതെ വികസന പ്രവർത്തനങ്ങളിലടക്കം വിമാനമിറക്കും ശബരിമലയിൽ എന്ന് പറഞ്ഞ ആളുകൾ പിന്നീട് അതിൽ നിന്നും പിന്നോട്ട് പോയി എന്നുള്ള കാര്യമാണ് സുകുമാരൻ നായർ പ്രതികരിച്ചത്. എന്തായാലും സവിശേഷമായ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലാണ് താൻ ഈ വാർത്താ സമ്മേളനം നടത്തുന്നത്.